വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എറണാകുളം ടു ആദ്യോഗി പോകുന്ന ഒരു കുഞ്ഞു ട്രിപ്പാണേ. നമ്മൾ മെയിൻലി ലേസർ ഷോ ടാർഗറ്റ് ചെയ്താണ് പോയത്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു ഒരു 4-4:30 ആയപ്പോൾ കോയമ്പത്തൂർ എത്തി. അപ്രോക്സിമേറ്റ്ലി ഒരു 190 to 195 കിലോമീറ്റർ ആണ്. ആൻഡ് നമ്മുടെ ഫുഡെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ ഒരു 5 to 6 hours ഓഫ് ജേർണി. നമ്മൾ എറണാകുളത്തു നിന്നും തൃശ്ശൂർ ടു പാലക്കാട് ആൻഡ് ദെൻ ടു കോയമ്പത്തൂർ ഹൈവേ ആണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ റോഡ് നല്ല സ്മൂത്തായിരുന്നു. ഏകദേശം 3 ടോൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോയ വഴിക്ക് ഏറ്റവും കൂടുതൽ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ടണലാണ്, കുതിരാൻ ടണൽ. ഇത് വന്നിട്ട് 2021 കൺസ്ട്രക്ഷൻ കഴിഞ്ഞതാണ്. ഒരു 6-way ട്വിൻ ട്യൂബ് ടണലാണ്. അതായത് അങ്ങോട്ടേക്കും ഒരു ടണലുണ്ട്, തിരിച്ചു വരാനായിട്ട് ഒരു ടണലുണ്ട്. അതെനിക്ക് കുറച്ച് ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന്. അത് കുറച്ച് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും നല്ല സ്മൂത്ത് റോഡിൽ നിന്ന് കയറി ചെന്നത് നേരെ കോയമ്പത്തൂർക്കാണ്. കോയമ്പത്തൂർ എത്തിയപ്പോഴത്തേക്കും റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് വേ പാസ് ചെയ്യാൻ പോലും നല്ല സമയമെടുത്തു. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഉറക്കം എണീക്കും, പഴം കഴിക്കും, ഉറങ്ങുക, എണീക്കുക, കഴിക്കുക, ഉറങ്ങുക. എങ്ങനെയാണ് പഴം കഴിക്കുന്നത് പറഞ്ഞത്? എനർജി കിട്ടാനാണ്. 1 കിലോ പഴം കഴിച്ച് എനർജി എടുത്തിട്ടുണ്ട്. അടുത്ത് ഉറങ്ങണേ, ഈ പഴം ഇല്ല. ആ കണ്ടത് അമ്മയായിട്ടുള്ള കുറച്ച് ഫൺ മൊമെൻറ്റ്സ് ആണ്. എനിക്കെന്തോ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ആ വീഡിയോസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല. എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ ട്രിപ്പ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ നമ്മൾ നേരെ കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂരിൽ നിന്നൊരു ഹോട്ടലെടുത്ത് ഫ്രഷ് ആയതിന് ശേഷമാണ് നമ്മൾ ആദ്യോഗിയിലോട്ട് തിരിച്ചത്. ആൻഡ് ആദ്യോഗിയിലോട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ പാർക്കിംഗ് ഫെസിലിറ്റി എന്ന് തോന്നുന്നു. ഏകദേശം ആ സ്റ്റാച്യുവിനോട് അടുത്തായിട്ട് തന്നെ നമുക്കൊരു പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടി. ഒത്തിരി നാളോട്ടുള്ള ആഗ്രഹമാണ്. അതെ, നമ്മൾ ഒത്തിരി നാളായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലം തന്നെയായിരുന്നു ആദ്യോഗി. പക്ഷേ ഈ ഒരു സീസൺ വന്നിട്ട് കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. കുറച്ചെല്ലാം നല്ല ക്രൗഡഡ് ആയിരുന്നു. ശബരിമല സീസൺ ആയതുകൊണ്ടും ഡിസംബർ ആയതുകൊണ്ടും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നോർത്ത് ഇന്ത്യൻസും മലയാളീസും ഒക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. ഓവർ ക്രൗഡഡ് ആയിരുന്നു എന്ന് വെച്ചാൽ ആണ്. പക്ഷെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ആദ്യോഗി സ്റ്റാച്യുവിൻ്റെ അടുത്ത് പോകാൻ പറ്റി. അവിടെ നിന്ന് നമുക്ക് ഉന്തും തള്ളും അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റി. പക്ഷെ തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു വെള്ളിയാങ്കിരി മൗണ്ടൈൻസിൻ്റെ നടുക്കിരിക്കുന്ന ഈ ഒരു സ്റ്റാച്യു വന്നിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒക്കെ അവിടെ തോന്നും. ഇനി ആദ്യോഗി സ്റ്റാച്യുവിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 112 feet ആണ് ആൻഡ് 25 feet വൈഡ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തോരം വലുതാണെന്ന്. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ മുന്നിൽ നമ്മൾ ഭയങ്കര കുട്ടി ആൾക്കാരാണ്. ആൻഡ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിട്ട് 2017 കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ദ സ്റ്റാച്യു ഈസ് ഫുള്ളി മേഡപ്പ് ഓഫ് സ്റ്റീൽ. അത് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. പിന്നെ ഈ കാണുന്ന രുദ്രാക്ഷം, ഒത്തിരി ഒറിജിനൽ രുദ്രാക്ഷം മാലകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു വലിയ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു 6 മണിയൊക്കെ അടുപ്പിച്ചായപ്പോൾ ഈ ഒരു സീൻ കാണാൻ പറ്റി കേട്ടോ. ഒത്തിരി കാളക്കൂട്ടം, നമ്മൾ ഈ പണ്ടത്തെ മൂവീസിലൊക്കെ കാണും പോലെ. പിന്നെ ഞാൻ കണ്ട ആദ്യോഗി റിലേറ്റഡ് വീഡിയോസിലൊക്കെ ഈ ഒരു കാളവണ്ടിയിൽ ആൾക്കാരെ കൊണ്ടുപോകുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാവിലെ ആയിരിക്കും ആ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഈ ഒരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ തമിഴിലായിരുന്നത് കൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും സീറ്റൊക്കെ പിടിക്കാൻ തുടങ്ങി ആ ഒരു ലേസർ ഷോ കാണാനായിട്ട്. കുറച്ചുകൂടെ തിരക്ക് കൂടി അന്നേരം എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നമുക്ക് പറ്റുന്നൊരു സീറ്റൊക്കെ പിടിച്ചു ലേസർ ഷോ കാണാനായിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ലേസർ ഷോ ഞാൻ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. കാരണം അതൊരു 15 minute ലെങ്ത് ഉണ്ട്. അപ്പോൾ അതുകൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ വലിയൊരു വീഡിയോ പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.